ഹായ് ഗൈസ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. ഇതുവരെ നമ്മൾ ആമ്പൽ പൂക്കളും ചെല്ലിപ്പൂക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു. ഇനി ഒരു പഠനാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. അതിന് നമ്മൾ തിരൂര് വരെ ഒന്ന് പോകണം. അപ്പോൾ ഒന്ന് പോയി നോക്കാം അല്ലേ? ഓക്കെ. ഗൈസ്, നമ്മളിപ്പോൾ തിരൂരിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ കസിൻ ബ്രദറാണ്. ഇന്നത്തെ ക്യാമറമാൻ എൻ്റെ കസിൻ ബ്രദറാണ്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊരു തിരൂരിലെ ഒരു പ്രമുഖ വാഹന കമ്പനിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണം നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ. എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. ഇന്നത്തെ എൻ്റെ വിഷയം, നമ്മൾ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മൈനറായോ മേജറായോ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷോറൂമിൽ കയറ്റി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ പ്രോസസ്സ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലി ഇതുവരെ നിങ്ങൾ അംഗമായിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാവുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഏതായാലും കമ്പനിയിലേക്ക് എത്താനായിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞ ശേഷം അവിടുത്തെ കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ നമ്മൾ കമ്പനിയിലെത്തിയപ്പോൾ അവിടെ ചില റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ മാത്രം എടുക്കാനാണ് അവർ അനുമതി തന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാറ് ഒരു മേജർ ആക്സിഡൻറ്റ് സംഭവിച്ചതാണ്. ഇതിൻ്റെ അപ്രോൺ ആണ് തകർന്നിട്ടുള്ളത്. ഈ മേജർ ആക്സിഡൻറ്റ് സംഭവിച്ച ഈ കാറും നമുക്ക് പഴയ രൂപത്തിൽ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ രൂപത്തിലേക്ക് എത്തുവാൻ വേണ്ടി കമ്പനിയിൽ ജെന്യുവിൻ പാർട്സുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വർക്ക് വളരെ പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഈ വീഡിയോയിൽ കാണുന്ന വാഹനത്തിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള മൈനർ ആക്സിഡൻറ്റ് വാഹനങ്ങളിലും ലെവലിംഗ് പ്രോസസ്സ് നടത്തിയിട്ടാണ് ബോഡി വർക്ക്സ് ആരംഭിക്കുന്നത്. പല വാഹനങ്ങളിൽ നിന്നായിട്ടാണ് ഞാൻ ബോഡി വർക്ക്സ് ആൻഡ് സ്പ്രേ പെയിൻറ്റിങ് പ്രൊസീജിയർ എടുക്കുന്നത്. ഒരേ വാഹനത്തിൻ്റെ പ്രൊസീജിയർ മുഴുവനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ പിടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒറ്റ ദിവസം തന്നെ പല വാഹനങ്ങളിൽ നിന്നും നടക്കുന്ന ഒരു ബോഡി വർക്കിൻ്റെ കംപ്ലീറ്റ് പ്രൊസീജിയറും വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു മൈനർ ആക്സിഡൻറ്റ് പറ്റിയ വാഹനത്തിൻ്റെ ലെവലിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡോർ പാഡ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു മൈനർ ആക്സിഡൻ്റ് ആയിട്ടുള്ള വാഹനത്തിൻ്റെ ലെവലിംഗ് പ്രോസസ്സാണ്. ലെവലിംഗ് പ്രോസസ്സിന് വേണ്ടി ഇവിടെ ജി സ്പോട്ട്, അതുപോലെ തന്നെ മിഗ് വെൽഡിംഗ് പോലത്തെ വളരെ ഹൈടെക് ആയിട്ടുള്ള വളരെ മോഡേൺ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ടൂൾസുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലെവലിംഗ് 99.9% വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കും. ലെവലിങ്ങിന് ശേഷം പിന്നെ നമ്മൾ ബോഡി ഫില്ലർ ഉപയോഗിച്ചുകൊണ്ട് പുട്ടി വർക്കാണ് നടത്തുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പുട്ടി വർക്ക് നടത്തിയ വാഹനമാണ്. പുട്ടി പേസ്റ്റ് ചെയ്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം ഡ്രൈസാൻ മെഷീൻ ഉപയോഗിച്ച് പുട്ടി റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പിന്നീട് നടക്കുന്നത്. പുട്ടി നന്നായി റിമൂവ് ചെയ്തതിന് ശേഷമാണ് പ്രൈമർ അടിക്കുന്നത്. പ്രൈമർ അടിച്ച് കഴിഞ്ഞ് പ്രൈമർ നന്നായി ഉണങ്ങിയതിന് ശേഷം അതും മെഷീൻ ഉപയോഗിച്ച് പ്രൈമർ കട്ട് ചെയ്യുന്നു, അഥവാ പ്രൈമർ ഈ വാഹനത്തിൽ നിന്നും റിമൂവ് ചെയ്യുന്നു. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രൈമർ എങ്ങനെയാണ് വാഹനത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം, മെഷീൻ ഉപയോഗിച്ച് റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈമർ കട്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡിഫോൾട്ട് കണ്ടെത്തുകയാണെങ്കിൽ അവിടെ നമ്മൾ സ്പോട്ട് പുട്ടി എന്ന് പറയും. ഇപ്പോൾ ഒരു ക്രീം കളറിൽ കാണിക്കുന്നത് നമ്മൾ പ്രൈമർ കട്ട് ചെയ്ത ഒരു വാഹനത്തിന് മുകളിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സ്പോട്ട് പുട്ടിയാണ്. സ്പോട്ട് പുട്ടി ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ചെറിയ സുഷിരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സ്പ്രേ പെയിൻറ്റിങ് പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിന് പെർഫെക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയാണ് സ്പോട്ട് പുട്ടി യൂസ് ചെയ്യുന്നത്. സ്പോട്ട് പുട്ടി അപ്ലൈ ചെയ്ത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് സ്പോട്ട് പുട്ടിയും കട്ട് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പെയിൻറ്റ് ബൂത്താണ്. പെയിൻറ്റ് ബൂത്ത് വളരെയധികം സെക്യൂർഡ് ആണ്. അതുപോലെ തന്നെ ഡസ്റ്റ് ഉണ്ടാവില്ല. പെയിൻറ്റ് ബൂത്തിലേക്ക് ഒരു നിലക്കും ഡസ്റ്റ് കയറാൻ പാടില്ല. ഡസ്റ്റ് കയറാതിരിക്കാൻ വേണ്ടി അവർ വളരെയധികം കവറിങ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ബൂത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ബൂത്തിൻ്റെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെയിൻറ്റ് ബൂത്തിലേക്ക് വാഹനം കയറ്റുന്നതിൻ്റെ ആ എൻട്രിയാണ്. ഇനി നമ്മൾ പെയിൻറ്റർ കയറുന്ന ഒരു എൻട്രിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റർ ഇതുവഴി കയറും. വാഹനം പെയിൻറ്റ് ചെയ്യാനുള്ള വാഹനം ആദ്യം മാസ്ക് ഇടും. മാസ്ക് ഇടുക എന്ന് പറഞ്ഞാൽ പെയിൻറ്റ് ചെയ്യാനുള്ള ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും നമ്മൾ പേപ്പറും സെല്ലോ ടാപ്പും ഉപയോഗിച്ച് കവർ ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കവർ ചെയ്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ സ്പോട്ട് പുട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം ഫിനിഷിങ് കഴിഞ്ഞ ഒരു വാഹനമാണ് ഇതിനകത്ത് നിർത്തിയിട്ടുള്ളത്.
പിന്നെ വരുന്ന പ്രോസസ്സാണ് പെയിൻറ്റ് മിക്സിങ്. നമ്മൾ മാനുവൽ ആയിട്ടുള്ള മിക്സിംഗ് അല്ല, മെഷീനറി മിക്സിംഗ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പെയിൻറ്റിങ് പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെയിൻറ്റർ അതിങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പുട്ടിയിട്ട ആ ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്ത് ഇങ്ങനെ പെയിൻറ്റ് ആവുന്നത് കൊണ്ട് അവിടുത്തെ ആ കളർ മാറ്റം, ആ ചേഞ്ച്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇങ്ങനെ കമ്പനികളിൽ നിന്ന് പെയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത, നമ്മളിപ്പോൾ ഏതെങ്കിലും വാഹനത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് പെയിൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും അതേ ഒരു പെർഫെക്ഷൻ കിട്ടും എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ ഈ മെഷീൻ മിക്സിങ് അല്ലാതെ മാനുവലായിട്ട് മിക്സിങ്ങോ അല്ല ഇനി മെഷീൻ മിക്സിങ് ആണെങ്കിൽ തന്നെ നല്ല കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ബോഡിയിൽ പലതരം കളർ കാണാൻ പറ്റും. ഇത് മൈന്യൂട്ടായിട്ട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും അത് അറിയാൻ പറ്റും. രണ്ട് കളർ നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മൾ എന്തെങ്കിലും റിപ്പയർ ചെയ്ത ഭാഗത്തുള്ള പെയിൻറ്റിൻ്റെ കളറും പുതിയതായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള ആ പെയിൻറ്റിൻ്റെ കളറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. ഇങ്ങനെ പെയിൻറ്റ് ബൂത്തിൽ വെച്ച് കമ്പനിയിലൊക്കെ പോയി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒരിക്കലും ഫീൽ ചെയ്യില്ല, വളരെയധികം പെർഫെക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ് അല്ല, പെയിൻറ്റിങ് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ അടിക്കുക എന്നുള്ളതാണ്. ആ ക്ലിയർ ആണ് ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്യുമ്പോൾ ആ ഒരു തിളക്കം കണ്ടില്ല, ആ ഒരു ഫിനിഷിങ്, ആ ഒരു ഗ്ലേസിങ്, ആ ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, വാഹനത്തിൽ ആ ഗ്ലേസിങ് കിട്ടുന്നതിന് വേണ്ടി ക്ലിയർ അടിക്കുന്നത്. പെയിൻറ്റിങ് പ്രോസസ്സ് കഴിഞ്ഞ് ഹീറ്ററിൽ വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റോളം ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ക്ലിയർ അടിക്കുന്നത്. ക്ലിയർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം പെയിൻറ്റ് ബൂത്തിലുള്ള ഹീറ്റർ ഓൺ ചെയ്യുന്നു. ഏകദേശം 1 മണിക്കൂറിലേറെ ഹീറ്ററിൽ ഈ വാഹനം നിർത്തിയിട്ടതിന് ശേഷമാണ് പെയിൻറ്റ് ബൂത്തിൽ നിന്നും വാഹനം പുറത്തേക്ക് ഇറക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ക്ലിയർ അടിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് എന്തെങ്കിലും ഒരു ഡസ്റ്റ് വാഹനത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പറ്റിപ്പിടിക്കും. അത് അങ്ങനൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 1 മണിക്കൂറിലേറെ പെയിൻറ്റ് ബൂത്തിൽ ഹീറ്ററിൽ വെച്ച് വാഹനത്തിൻ്റെ പെയിൻറ്റിനെ ഉണക്കിയെടുക്കുന്നു. മറ്റൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാൻ മറന്നുപോയി. പെയിൻറ്റിങ്ങിൻ്റെ തൊട്ട് മുമ്പ് പെയിൻറ്റ് ബൂത്തിൽ വാഹനം കയറ്റി കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നത് എയർ അടിക്കുക എന്നുള്ളതാണ്. എയർ അടിച്ച് അതിലുള്ള ഡസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പ്രേ പെയിൻറ്റിങ് കഴിഞ്ഞ് അത് ഉണങ്ങിയതിന് ശേഷം അവസാനത്തെ പ്രോസസ്സായിട്ടുള്ള ബോഡി പോളിഷിംഗ് ആണ്. പോളിഷിംഗ് ക്രീം വാഹനത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മെഷീൻ ഉപയോഗിച്ച് നന്നായി പോളിഷ് ചെയ്തെടുക്കുന്നു. ഇതിൽ ഞാൻ ഉപയോഗിച്ച ടെക്നിക്കൽ വേർഡ്സുകൾ ചിലപ്പോൾ തെറ്റിയേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. വാഹന ഇൻഷുറൻസ് എത്ര തരം, ഏതെല്ലാം, വാഹനം ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ എത്ര % ക്ലെയിം കിട്ടും എന്നതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.